മെക്സിക്കോയിലെ പുരാവസ്തു കേന്ദ്രങ്ങളായ തുളൂം, കോബ തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ഒരു ബസ്സിൽ അടുത്ത കാഴ്ചയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. വനപ്രദേശത്തു കൂടിയാണ് യാത്ര. ബസ്സിൽ 40ഓളം പേരുണ്ട്. പല നാടുകളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ. സെനോട്ടെ മുൾ ഇച്ച് എന്ന പ്രകൃതി പ്രതിഭാസമാണ് അടുത്ത ലക്ഷ്യസ്ഥാനം. ഇതാണ് മെക്സിക്കോയുടെ തെക്കൻ ഭാഗത്തിന്റെ ഭൂപ്രകൃതി. ട്രോപ്പിക്കൽ വനമേഖലയാണ്. നിബിഡ വനമെന്ന് പറയാനാവില്ല. അധികം ഉയരമില്ലാത്ത മരങ്ങളും കുറ്റിച്ചെടികളും ഇടതൂർന്നു നിൽക്കുന്നു. ഈ വനത്തിനകത്ത് ആളുകൾ താമസിക്കുകയും കൃഷി നടത്തുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഷെഡുകൾ പലയിടത്തും കാണാം. കാട്ടിൽ ചെറു മൈതാനം പോലുള്ള ഒരു ഭാഗത്ത് ബസ് നിർത്തി. ഞങ്ങൾ അതിൽ നിന്നിറങ്ങി. വേറെയും ചില വാഹനങ്ങൾ വന്ന് കിടപ്പുണ്ട്. കാട്ടിലൂടെ കുറച്ചു ദൂരം നടക്കണം. എന്താണ് കാണാൻ പോകുന്നതെന്നത് സംബന്ധിച്ച് എനിക്ക് വലിയ നിശ്ചയമില്ല. ബോർഡുകളുമില്ല. വനത്തിലൂടെ 10 മിനിറ്റ് നടന്നാൽ ആ കാഴ്ചയിലേക്ക് എത്തുമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. സംഘത്തിലെ മറ്റുള്ളവർ മുൻപേ നടപ്പുണ്ട്. പ്രകൃതിദത്തമായി രൂപം കൊണ്ട ഭൂഗർഭ ജലസംഭരണികളാണ് ഇവിടെ കാണാനുള്ളതെന്നാണ് ഗൈഡ് പെട്രോ പറഞ്ഞത്. ഒരു അത്ഭുത പ്രതിഭാസമാണത്. മെക്സിക്കോയിലെ യുക്കാറ്റൻ ഉപദ്വീപിന്റെ ഭാഗമായ ഈ പ്രദേശങ്ങളിലാണ് അത്തരം ഭൂഗർഭ സംഭരണികൾ ഏറ്റവും അധികം കാണപ്പെടുന്നത്. കാട്ടിൽ ഇവിടെ ചില ഷെഡുകളുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. ഭൂഗർഭ ജലസംഭരണിയിലേക്ക് ഇറങ്ങുന്നവർക്ക് ലൈഫ് ജാക്കറ്റും മറ്റും ഇവിടെ നിന്നും ലഭിക്കും. അത് വേണ്ടവർക്ക് ഇവിടെ നിന്നും എടുത്ത് നടത്തം തുടരാം. കുറച്ചുപേർ ആ ഷെഡിലുണ്ട്. കൂടുതൽ പേരും ലൈഫ് ജാക്കറ്റ് എടുക്കാതെ നടത്തം തുടരുന്നു. ഈ പ്രദേശമാകെ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിച്ച അത്ഭുതമൊന്നും ഇവിടെ കാണുന്നില്ല. ഭൂഗർഭ ജലാശയം എവിടെയാണെന്ന് മനസ്സിലാകുന്നുമില്ല. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു കിണറിന്റെ വക്കിലേക്കാണ് എത്തുന്നത്. ആഴമുള്ള കിണറായിരിക്കാം. ഒരു ഇടുങ്ങിയ കിണർ. അതിലൊരു പിരിയൻ മരഗോണി. അടിയിൽ നല്ല തെളിഞ്ഞ ജലം. അഗാധമായ കുഴിയിലെ വെള്ളത്തിൽ നീന്തുന്നു ചിലർ. ടൂറിസ്റ്റുകൾ തന്നെയാണത്. പുറമേ നിന്ന് കാണുമ്പോൾ ആർക്കും വലിയ ഭീതി തോന്നുന്ന ഒരു കുഴി. വിസ്താരമേറിയ ഒരു ജലാശയമാണത്. ദീർഘമായ ഒരു ചരിത്രമുണ്ട് ഈ പ്രകൃതി അത്ഭുതത്തിന്. സെനോട്ടെ മുൾ ഇച്ചി എന്ന ഇവിടുത്തെ ഭൂഗർഭ ജലാശയങ്ങൾ മായൻ ഗോത്രങ്ങളുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കേന്ദ്രമായിരുന്നു. പണ്ട് ജലാശയത്തിലേക്ക് എത്താനുള്ള ദ്വാരം ഇത്രയും വിശാലമായിരുന്നില്ല. ചുണ്ണാമ്പുപാറ പൊട്ടിച്ച് പിൽക്കാലത്ത് ഈ ദ്വാരത്തിന്റെ വിസ്താരം കൂട്ടുകയായിരുന്നു. ടൂറിസ്റ്റുകളായി എത്തിയ പല നാട്ടുകാർ പിരിയൻ ഗോവണിയിലൂടെ ധൈര്യസമേതം ഇറങ്ങിപ്പോകുന്നു. എനിക്കാവട്ടെ അതിലെ ഇറങ്ങുന്ന കാര്യമോർക്കുമ്പോൾ ചെറിയ ഭയം വരുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് താഴെയുള്ള കാഴ്ചകൾ ചിത്രീകരിക്കാനുമാവില്ല. താഴെ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ചിലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൈവ് ചെയ്യുന്നു. ഇറങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. മൊബൈൽ ഫോൺ നനയാതെ സൂക്ഷിക്കാനുള്ള കേസ് ഇവിടെ വാടകയ്ക്ക് കിട്ടും. ക്യാമറയുമായി ഇറങ്ങുന്നവരുമുണ്ട്. മിക്കവരുടെയും കയ്യിൽ വാട്ടർ പ്രൂഫ് കേസിലാക്കിയ മൊബൈൽ ഫോൺ കാണാം. ഇതുപോലുള്ള ചെറിയ പൊത്തുകളുമുണ്ട് ഇവിടെ. ആളുകൾ നീന്താൻ ഒരുങ്ങി നിൽക്കുന്നത് പൊത്തിലൂടെ കാണാം. ഇത്തരം ഇടുങ്ങിയ പൊത്തുകളിലൂടെയായിരുന്നു പണ്ട് മായൻ ഗോത്രക്കാർ ജലാശയത്തിലേക്ക് ഇറങ്ങിയിരുന്നത്. അവരുടെ പല അനുഷ്ഠാനങ്ങളും അവിടെ നടന്നിരുന്നു. മൃഗബലിയും നരബലിയും വരെ. ഞാൻ സെനോട്ടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. കുറെ പേർ വരി നിൽക്കുന്നു. ധാരാളം പേർ ഇറങ്ങിപ്പോകുന്നതല്ലാതെ അധികമാരും തിരിച്ചു കയറുന്നത് കാണുന്നില്ല. ഇത്രയേറെ ആളുകളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം കിണറിനകത്തുണ്ടോ എന്ന് സംശയമായി.
ഞാനും ഇറങ്ങാൻ തുടങ്ങി. കുറച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പരിഭ്രമമായി. മരം കൊണ്ടുള്ള പിരിയൻ ഗൗണി പഴകിയിരിക്കുന്നു. മരഗോവണി ഒടിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? ചുണ്ണാമ്പുപാറയിലെ വലിയൊരു ഗുഹയാണിത്. നല്ല തെളിഞ്ഞു ജലമാണ്. ചുണ്ണാമ്പുപാറയുടെ തിട്ടകൾ അതിലുണ്ട്. ജലസാന്നിധ്യം കൊണ്ട് ചുണ്ണാമ്പുപാറകൾ അലിഞ്ഞു തീർന്നോ ഇടിഞ്ഞു വീണോ രൂപപ്പെടുന്ന വമ്പൻ ഗുഹകളാണ് സെനോട്ടകൾ. ആളുകൾ വെള്ളത്തിൽ നീന്തിക്കളിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ഗുഹകൾ തെക്കൻ മെക്സിക്കോയുടെ പല ഭാഗങ്ങളിലായുണ്ട്. ഗുഹയുടെ മുകൾ തട്ടിൽ ലൈംസ്റ്റോൺ ഫോർമേഷനുകൾ. എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഗുഹ. ഇത്തരം എന്ത് കണ്ടാലും എടുത്തുചാടി നീന്തുന്നവരാണ് സായിപ്പുമാർ. പുരാതന കാലത്ത് മായൻ ജനതയുടെ വിശുദ്ധയിടമായിരുന്നു ഇത്തരം സെനോട്ടകൾ. ജലത്തിന്റെയും മഴയുടെയും ദേവനായ ചാക് ഇവിടെ വസിച്ചിരുന്നുവെന്നായിരുന്നു അവരുടെ വിശ്വാസം. ആ ദേവനെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ഇവിടെ മൃഗബലിയും നരബലിയും നടന്നിരുന്നത്. ഞാൻ ഇറങ്ങി ഏറ്റവും താഴെയുള്ള പടിയിലെത്തി. അവിടെ നിന്നും നോക്കുമ്പോൾ ഗുഹയുടെ മുകൾ തട്ട് കാണാം. ചില പൊത്തുകളിലൂടെ വള്ളികൾ തൂങ്ങിക്കിടക്കുന്നു. ഇതാണ് പണ്ട് ആളുകൾ ജലാശയത്തിലേക്ക് ഇറങ്ങിയിരുന്ന വഴി. വള്ളികളിലൂടെ തൂങ്ങിയിറങ്ങുകയായിരുന്നിരിക്കണം അവർ ചെയ്തിരുന്നത്. മരം കൊണ്ടുള്ള ഈ പിരിയൻ ഗൗണി ഇവിടം ടൂറിസം കേന്ദ്രമായ ശേഷം പണിതതാണ്. അതിലെ പലകകൾ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 പേർ ഒരുമിച്ച് ചവിട്ടിയാൽ ഒടിഞ്ഞ് താഴെ വീഴുമെന്ന് തോന്നും. കടുത്ത ദൈവവിശ്വാസികളും ഭീതിതമായ അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവരുമായിരുന്നു ഈ മേഖലയിലെല്ലാം വസിച്ചിരുന്ന മായൻ ജനത. യുദ്ധവിജയത്തിനു വേണ്ടിയും നല്ല വിളവ് ലഭിക്കാനും മുതൽ ആഘോഷങ്ങളുടെ ഭാഗമായി വരെ നരബലി നടത്തിയിരുന്നവരാണ് അവർ. പുരുഷന്മാരെയും സ്ത്രീകളെയും ബലിയർപ്പിച്ചിരുന്നു. അതിന്റെ തെളിവായി അസ്ഥികളും തലയോട്ടികളും ജലാശയത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ കഴുത്തറുത്തു കൊന്ന ശേഷമാണ് വെള്ളത്തിൽ സമർപ്പിച്ചിരുന്നത്. എന്നാൽ സ്ത്രീകളെ ശരീരം വരിഞ്ഞു കെട്ടിയ ശേഷം ജലാശയത്തിലേക്ക് എറിയുകയായിരുന്നുവെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. 6നും 12നും ഇടയിൽ പ്രായമുള്ള ധാരാളം ആൺകുട്ടികൾ സെനോട്ടകളിൽ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചുനേരം ആ പ്ലാറ്റ്ഫോമിൽ ചെലവഴിച്ച ശേഷം ഞാൻ തിരികെ കയറാൻ തീരുമാനിച്ചു. മുകളിൽ കാത്തുനിൽക്കുന്നവർക്ക് ഇറങ്ങണമെങ്കിൽ താഴെയുള്ള കുറെ പേർ കയറിപ്പോകണം. നനഞ്ഞു കുതിർന്ന പടിക്കെട്ടാണ്. അതിൽ പാതി ദൂരം കയറി മുകളിലേക്ക് നോക്കുമ്പോൾ ദ്രവിച്ചു തുടങ്ങിയ പലകകളിലൂടെ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. താഴെയാകട്ടെ ടൂറിസ്റ്റുകൾ തെളിമയാർന്ന ജലത്തിൽ മത്സ്യങ്ങളെപ്പോലെ നീന്തുന്നു. ചിലർ മലർന്നു നീന്തുന്നു. പാറക്കെട്ടിൽ വിശ്രമിക്കുന്നു. ഫോട്ടോ എടുക്കുന്നു. ഡൈവ് ചെയ്യുന്നു. നമ്മിൽ പലരും ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വെള്ളത്തിൽ ഇറങ്ങുക പോലുമില്ല. തെല്ലൊരു ഭയം തോന്നുന്ന ഇടമാണ്. സായിപ്പുമാർക്ക് ഒന്നും പ്രശ്നമല്ല. അവർ നേരെ ചാടി നീന്തുന്നു. മുങ്ങാങ്കുഴിയിടുന്നു. വൈദ്യുതി വെളിച്ചമുള്ളതുകൊണ്ടാണ് ഗുഹയുടെ മുകൾത്തട്ട് പോലും ഈ വിധം വ്യക്തമായി കാണാനാവുന്നത്. മേൽക്കൂരയിൽ പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള ഫോർമേഷനുകൾ. കിണർ പോലുള്ള ദ്വാരത്തിലൂടെ ഞാൻ സെനോട്ടയിൽ നിന്നും പുറത്തിറങ്ങി. വെള്ളത്തിൽ കുറച്ചുനേരം നീന്തിത്തുടിച്ചവർ കയറി വരുന്നു. നനഞ്ഞു കുതിർന്നാണ് പലരും പുറത്തിറങ്ങുന്നത്. ചിലരുടെ കൈവശം ക്യാമറയുമുണ്ട്. സെനോട്ടയിലേക്കിറങ്ങാതെ ഇവിടെ തണലിലിരിക്കുന്നു കുറെ പേർ. വനത്തിനകത്തെ ഒരു കേന്ദ്രമാണ്. മെക്സിക്കോ എങ്ങനെയൊക്കെയാണ് തങ്ങളുടെ പ്രകൃതിയെ ടൂറിസത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് ഞാൻ ഇവിടെ കാണുന്നത്. താഴെയുള്ള ജലാശയത്തിലേക്ക് തുറക്കുന്ന പല കിണറുകളുണ്ട് ഇവിടെ. ചിലർ അതിന്റെ വക്കിലാണിരിക്കുന്നത്. ഈ കൽമുറ്റവും കുടിലുകളുമെല്ലാം ജലാശയത്തിന്റെ മുകളിലാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇതിനടിയിൽ വലിയൊരു ഗുഹയും വിസ്തൃത ജലാശയവുമുണ്ടെന്ന് അറിയുകയേയില്ല. വിവിധ വലിപ്പത്തിലുള്ള കിണറുകൾ. കുറേ നേരം അവിടെ ഇരുന്നു.
പിന്നെ ബക്തൂൺ ടൂർ കമ്പനിയിലെ ഗൈഡിന്റെ സഹായിയോടൊപ്പം തിരികെ ബസ്സിലേക്ക് നടന്നു. ഇതാണ് മെക്സിക്കോയുടെ ഈ ഭാഗത്തെ വനത്തിന്റെ സ്വഭാവം. പാർക്കിങ്ങിലെത്തുമ്പോൾ ഏതാനും വാഹനങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തിയിരുന്ന യാത്രാസംഘങ്ങളൊക്കെ പോയിക്കഴിഞ്ഞു. ആ വലിയ ബസ്സാണ് ഞങ്ങളുടേത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ബസ് പുറപ്പെട്ടു. ഈ യാത്രയിൽ ഇനി ഞങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ കൂടി എത്തേണ്ടതുണ്ട്. യുക്കാറ്റൻ ഉപദ്വീപിലെ വനമേഖല ഇങ്ങനെയാണ്. മെക്സിക്കോയിലും ഹോണ്ടുറാസിലുമായി വ്യാപിച്ചു കിടക്കുന്ന ലാക്കാണ്ടൻ ജംഗിൾ എന്ന സവിശേഷ വനമേഖലയുടെ ഭാഗം. 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടെ മെക്സിക്കോയുടെ പല ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്ത മായൻ ജനതയുടെ പിന്മുറക്കാർ ഈ വനത്തിൽ പല ചെറുഗ്രാമങ്ങളിലായി വസിക്കുന്നുണ്ട്. ബസ്സിലിപ്പോൾ പുതിയൊരാൾ കയറിയിട്ടുണ്ട്. നാടൻ മദ്യത്തിന്റെ കച്ചവടക്കാരനാണ്. ഓടുന്ന ബസ്സിലെ കച്ചവടം. വരണ്ടതെന്ന് തോന്നുന്ന വനഭൂമി. ട്രോപ്പിക്കൽ വനം തന്നെയാണിത്. ഒട്ടേറെ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം. മദ്യക്കച്ചവടക്കാരൻ സാമ്പിൾ ചെറുകപ്പിലൊഴിച്ച് എല്ലാവർക്കും നൽകുന്നുണ്ട്. കച്ചവടം നടന്നാൽ ബസ്സുകാർക്കും വിഹിതം ലഭിക്കുമായിരിക്കാം. ബസ് കോബ ടൗണിലേക്ക് തിരികെ എത്തി. കോബയുടെ പ്രാന്തഭാഗമാണ്. കോബയിലെത്തിയിട്ട് വേണം വന്ന വഴി കാൻകൂണിലേക്ക് തിരിച്ചു പോകാൻ. അടുത്തതായി ഞങ്ങൾ പോകുന്നത് പ്ലായ ഡെൽ കാർമൻ എന്ന ടൂറിസ്റ്റ് സിറ്റിയിലേക്കാണ്. ആഘോഷത്തിന്റെ നഗരമാണ് പ്ലായ ഡെൽ കാർമൻ. വെള്ളമണൽ ബീച്ചുകളും അനേകമായ ഉല്ലാസോപാധികളുമെല്ലാമുള്ള നഗരം. അവിടെ നേരത്തെ തന്നെ എത്തി ആഘോഷങ്ങൾ കാണേണ്ടതായിരുന്നു. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. ഇനിയും 2 മണിക്കൂർ യാത്രയുണ്ട് പ്ലായ ഡെൽ കാർമനിലേക്ക് എന്നാണ് ഗൈഡ് പറയുന്നത്. ഇതൊക്കെ കോബ ടൗണിന്റെ ഭാഗങ്ങളാണ്. ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഗ്രാമങ്ങൾ. കടകളും ചെറു റെസ്റ്റോറന്റുകളുമെല്ലാം പ്രതീക്ഷിക്കുന്നത് ടൂറിസ്റ്റുകളെ തന്നെ. മെക്സിക്കോയുടെ മറ്റേതോ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയെത്തിയവരുടെ ഗ്രാമങ്ങളാണിത്. ആദ്യകാലത്ത് കാർഷിക ഗ്രാമങ്ങളായിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ മുഖഛായ മാറിക്കഴിഞ്ഞു. ടൂറിസം കൊണ്ടുവന്ന മാറ്റമാണത്. വനം വെട്ടിത്തെളിച്ചുള്ള കൃഷി ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. കപ്പ, വാഴ, ചോളം എന്നിവയെല്ലാം വനത്തിൽ കൃഷി ചെയ്യുന്നു. ഇത് ചെറിയൊരു റിസോർട്ടാണ്. ടൂറിസ്റ്റുകൾക്കായി ധാരാളം ഹോം സ്റ്റേകളും ഈ മേഖലയിലുണ്ട്. ഗ്രാൻഡ് സൈറനീസ് എന്ന റിസോർട്ടിന്റെ കവാടമാണിത്. അങ്ങനെയുള്ള വൻകിട റിസോർട്ടുകളുമുണ്ട് ഈ പ്രദേശത്ത്. ഇക്കാണുന്ന വനത്തിനപ്പുറം കടലാണ്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ കാൻകൂൺ വരെ പാതയുടെ വലതുവശത്ത് റിസോർട്ടുകളുടെ കാഴ്ചയുണ്ടാവും. വമ്പൻ റിസോർട്ടുകൾ. 1-2 കിലോമീറ്റർ കടൽ തീരം സ്വന്തമായുള്ള റിസോർട്ടുകളാണത്. അവിടെയൊക്കെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും എത്തുന്നു. സ്വകാര്യ റിസോർട്ടുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് മെക്സിക്കോ. ആ റിസോർട്ടുകളിലൂടെ നാട്ടിലേക്ക് വിദേശ നാണ്യം ഒഴുകിയെത്തുകയാണ്. പ്ലായക്കാർ ഒരു റിസോർട്ട് ഏരിയ തന്നെ. ബസ് പ്ലായ ഡെൽ കാർമന്റെ പ്രാന്തഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നേരം 7 മണിയായി. പ്ലായ ഡെൽ കാർമനിലെ വ്യാവസായിക ഏരിയയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടവുമൊക്കെയാണിത്. റിസോർട്ട് ഏരിയയല്ല. റിസോർട്ടുകൾ മിക്കതും കടൽ തീരത്തോട് ചേർന്നാണ്. ഈ നഗരത്തിന്റെ തീരത്തു നിന്നും 19 കിലോമീറ്റർ അകലെയാണ് കൊസുമൽ എന്ന വിഖ്യാതമായ ടൂറിസ്റ്റ് ദ്വീപ്. മെക്സിക്കോയുടെ ഭാഗമായ കരീബിയൻ ദ്വീപാണത്. പ്ലായ ഡെൽ കാർബനിൽ ഒരിടത്ത് ബസ് നിർത്തി. ഇവിടെ ഞങ്ങൾക്ക് 1 മണിക്കൂർ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നേരം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണിക്ക് മടക്കയാത്ര ആരംഭിക്കണം. 5th അവന്യൂവിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. പ്ലായ ഡെൽ കാർമനിലെ നൈറ്റ് ലൈഫിന്റെ പ്രധാന കേന്ദ്രമാണ് 5th അവന്യൂ.
അതിമനോഹരമായ ഒരിടം. റെസ്റ്റോറന്റുകളൊക്കെ ഉണർന്നു കഴിഞ്ഞു. അവയുടെ ചന്തം കാണുമ്പോൾ അവിടെ കയറി അല്പനേരം ഇരിക്കാൻ തോന്നിപ്പോകും. വേണമെങ്കിൽ ആദ്യം കാണുന്ന റെസ്റ്റോറന്റിൽ തന്നെ കയറി ഭക്ഷണം കഴിക്കാം. പക്ഷേ അതിന് നിന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ നേരം കിട്ടില്ല. അതിനാൽ തിരികെ സിറ്റിയിലെത്തിയിട്ടാവാം ഭക്ഷണം കഴിക്കൽ എന്ന് തീരുമാനിച്ചു. നിരവധി റെസ്റ്റോറന്റുകൾ. അതൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കാണുക. വനത്തിനകത്താണ് ഇരിക്കുന്നതെന്ന് തോന്നും. ലൈറ്റപ്പും ആംബിയൻസും എല്ലാം ചേർന്ന് അതിഗംഭീരമായ ഒരനുഭവം സമ്മാനിക്കുന്നു. ഇത് കടൽ തീരമാണ്. ഇരുട്ടായതിനാൽ കടൽ കാണാനാവുന്നില്ല. കേരളത്തിന്റെ 600 കിലോമീറ്ററോളം വരുന്ന കടൽ തീരം ഈ വിധത്തിൽ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനായി പൂർണ്ണമായും ഒരുക്കി വയ്ക്കാവുന്നതേയുള്ളൂ. ആ ചെറു ടവർ കാണുന്നിടത്ത് ബീച്ച് തുടങ്ങുകയാണ്. ഇരുട്ടായതിനാൽ ഞാൻ കടൽ തീരത്തേക്ക് പോയില്ല. ഇങ്ങനെയുള്ള 100 കണക്കിന് റെസ്റ്റോറന്റുകളുണ്ട് ഇവിടെ. അതിൻ്റെയൊക്കെ ആംബിയൻസ് അനുഭവിച്ചു തന്നെ അറിയണം. പല തീമുകളിലുള്ള നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. ഇവിടമെല്ലാം ഏറെ സജീവമാണ്. ആഘോഷത്തിന്റെ രാവുകളാണ് പ്ലായ ഡെൽ കാർബനിലേത്. കാൻകൂണിലേതിനേക്കാൾ ഊഷ്മളമായ നൈറ്റ് ലൈഫ് ഉള്ളത് പ്ലായ ഡെൽ കാർബനിലാണെന്ന് എനിക്ക് തോന്നുന്നു. വഴിയോരത്തിരുന്നു പാടുന്ന കലാകാരന്മാർ, അതും കേട്ടുകൊണ്ട് റെസ്റ്റോറന്റുകളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ. എല്ലാ ദിവസവും വൈകുന്നേരമാകുന്നതോടെ ഇവിടം ഈ വിധം ആഘോഷപൂരിതമാകും. 100 കണക്കായ കടകളിലും ബാറുകളിലും റെസ്റ്റോറന്റുകളിലുമെല്ലാം ജനം നിറയുന്ന നേരമാണിത്. 1980കളിലാണ് പ്ലായ ഡെൽ കാർബൻ ഇത്തരമൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളരാൻ തുടങ്ങിയത്. അതിനു മുൻപ് ഒരു മത്സ്യബന്ധന ഗ്രാമം മാത്രമായിരുന്നു ഇവിടം. കൊസുമൽ എന്ന സുഖവാസ ദ്വീപിന്റെ സാമീപ്യം ഈ പ്രദേശത്തിന് അനുഗ്രഹമായി. കൊസുമൽ ദ്വീപിലേക്കുള്ള ഫെറി സർവീസുകൾക്ക് അനുയോജ്യമായ സ്ഥലമായി പ്ലായ ഡെൽ കാർബൻ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ടൂറിസം രംഗത്തെ വളർച്ച തുടങ്ങുന്നത്. ടൂറിസ്റ്റുകൾ ഒഴുകുകയാണ് ഇവിടേക്ക്. ടൂറിസത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തെ ഒന്നാകെ മാറ്റിമറിക്കുന്ന നഗരമാണിത്. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമെല്ലാം ആളുകൾ അവിടുത്തെ കൊടും തണുപ്പിന്റെ നാളുകളിൽ ഇവിടേക്കൊഴുകുന്നു. 20 ലക്ഷം ടൂറിസ്റ്റുകൾ ഓരോ വർഷവും പ്ലായ ഡെൽ കാർബനിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. അവരിൽ 98% വിദേശികൾ തന്നെ. വലിയ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, സുവനീർ കടകൾ, കരകൗശല വസ്തു വിപണന കേന്ദ്രങ്ങൾ, മദ്യക്കടകൾ, തുണിശാലകൾ. ഇക്കാണുന്നതിൽ മിക്കതും ചൈനീസ് ഉൽപ്പന്നങ്ങളാണെന്ന് കൂടി ഓർക്കണം. പലതിനും വളരെ വിലക്കുറവാണ്. ചൈനയുടെ മാർക്കറ്റ് എവിടെയൊക്കെയാണെന്ന് ചിന്തിക്കുക. COVID-19 കൊണ്ട് ചൈന തകർന്നെന്ന് പറയാനാവില്ല. 100 കണക്കിന് കടകൾ. വൈകുന്നേരങ്ങളിലാവും ഇവിടെ കൂടുതൽ ആളുകൾ എത്തുക. പണവുമായി ചെന്നാൽ വാരി നിറച്ചുകൊണ്ട് വരാവുന്നത്ര കുറഞ്ഞ വിലയുള്ള വസ്തുക്കളാണ്. നിരനിരയായി കടകൾ. അതിനിടയിലൂടെയെല്ലാം ടൂറിസ്റ്റുകൾ നടക്കുന്നു. ഞാനും കുറേ നേരം അതിലെയെല്ലാം ചുറ്റി നടന്നു. ഭക്ഷണം കഴിക്കാനുള്ള നേരമില്ല. ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കയറിയാൽ ഈ കാഴ്ചകൾ നഷ്ടപ്പെടും. മെക്സിക്കോയിലെ ഗോത്രഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ചില കടകളിലുണ്ട്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് പ്ലായ ഡെൽ കാർബനിൽ ടൂറിസത്തിന്റെ പീക്ക് സീസൺ. ഡിസംബർ മുതൽ മാർച്ച് ആദ്യം വരെ യുഎസിലും കാനഡയിലുമൊക്കെ കൊടും ശൈത്യമായിരിക്കുമല്ലോ. ആ സമയത്ത് ഇവിടെ സുഖകരമായ കാലാവസ്ഥയായിരിക്കും. ഈ നഗരത്തിലേക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുക അപ്പോഴാണ്. നടക്കുന്നതിനിടെ കാരവൻ എന്നു പേരുള്ള ഒരു കടയുടെ മുന്നിൽ ഒരു കാഴ്ചയുണ്ട്. വലിയൊരു ഗണേശ പ്രതിമ. വിൽപ്പനയ്ക്ക് വെച്ചതല്ല. ഇന്ത്യക്കാരന്റെ കടയായിരിക്കാം കാരവൻ. പെഡസ്ട്രിയൻ പാതയാണിത്. പ്രാദേശികമായി ക്വിൻഡ അവനീത എന്നാണ് ഈ പാത അറിയപ്പെടുന്നത്. വഴിയോരത്ത് ഫ്രീക്കന്മാർ നൃത്തമാടുന്നു.
പണപ്പിരിവിനു വേണ്ടിയുള്ള തെരുവ് നൃത്തമാണ്. മറ്റൊരു ഭാഗത്തേക്ക് നടന്നെത്തുമ്പോൾ തെരുവോര റെസ്റ്റോറന്റുകളുടെ നീണ്ട നിര കാണാം. റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവർ. രാത്രി ഏറെ വൈകുവോളം ഇവിടെ ഇങ്ങനെ ആളുകളുണ്ടാവും. ഇനി താമസിയാതെ ബസ്സിലേക്ക് മടങ്ങണം. 1 മണിക്കൂർ കൂടി യാത്ര ചെയ്താൽ കാൻകൂണിലെത്തും. അപ്പോൾ നേരം 10 മണിയാകും. അതോടെ എന്റെ ഇന്നത്തെ സഞ്ചാരം അവസാനിക്കും.